നമുക്കിന്ന് സാലന ഉണ്ടാക്കാം. സാലന എന്ന് പറയുന്നത് നമ്മൾ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഒരു ഗ്രേവി നമുക്ക് കിട്ടാറുണ്ട്. ആ ഗ്രേവിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ അതിനായിട്ട് ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്കായ, 2 ഗ്രാമ്പ്, ഒരു ചെറിയ സൈസ് കറുവാപ്പട്ട, ഒരു തക്കോലം, പിന്നെ 2 വഴനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് സവാള ഇതിന് വേണ്ട, നന്നായിട്ട് കനം കുറച്ച് നീളനെ അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കാം. അത് വഴന്ന് വരുന്ന നേരം കൊണ്ട് ഒരു മിക്സി ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 12 പീസ് കാഷ്യൂ കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ പോപ്പി സീഡ്, കസ്കസ് എന്ന് പറയും. നമ്മൾ കറിയിലേക്ക് കൊഴുപ്പിനൊക്കെ വേണ്ടി ചേർക്കുന്നതാണ് അത്. പിന്നെ 1 ടീസ്പൂൺ മുഴുവൻ മല്ലിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ആദ്യം വെള്ളം ചേർക്കാതെ, അതിന് ശേഷം പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതാ നമ്മുടെ സവാള എല്ലാം ഒരു ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൊരിഞ്ഞ് വരും. നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 3 തണ്ട് പുതിനയിലയാണ് കേട്ടോ മുഴുവനോടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 തണ്ട് മല്ലിയില പൊടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി നല്ലതായിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരട്ടെ. തക്കാളി നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇനി അരപ്പിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചിറ്റിച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കുക. ടൈപ്പ് ഒഴിക്കേണ്ട. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പച്ചപ്പട്ടാണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഇരിക്കുന്ന കാരണം അത് ഞാൻ ഇട്ട് കൊടുത്തു മാത്രം. അത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം വേണം അരപ്പിൻ്റെ ജാറിലത്തെ വെള്ളവും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മൾക്കിത് വിസിലടുപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. കുക്കറിൽ മൂടി വെച്ചിട്ട് 2 വിസിലടുപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ 2 വിസിലടിച്ച് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ എയർ പോയതിന് ശേഷം അത് തുറക്കുക. കുറച്ചും കൂടെ മല്ലിയില പൊടി അരിഞ്ഞിട്ടിട്ട് ഒന്നുകൂടി തുറന്നിട്ട് നോക്കുക കേട്ടോ. ഉപ്പും വെള്ളം ഗ്രേവിയുടെ ഒക്കെ നോക്കുക. തിക്നെസ്സിനനുസരിച്ചിട്ട് വെള്ളം ഉപ്പൊക്കെ ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ലൊരു ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ലാസ്റ്റ് കാണിച്ച ഒരു അപ്പത്തിൻ്റെ വീഡിയോ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. ചപ്പാത്തിക്കും പൊറോട്ടയുടെയൊക്കെ ഒപ്പം ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. കമൻസ് എല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുത്.